എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ദീപ്തീസ് ലിറ്റിൽ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹായ്, നമസ്കാരം കൂട്ടുകാരെ. സുഖം തന്നെയല്ലോ എല്ലാവർക്കും. ഇന്ന് ഒരു സ്പെഷ്യൽ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ അത്ര വലിയ സ്പെഷ്യൽ ഒന്നുമല്ല, ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഓട്സും ക്യാരറ്റും ഒക്കെ ഉപയോഗിച്ചിട്ടുള്ളൊരു പുട്ടാണ്. ഓട്സ് ക്യാരറ്റ് പുട്ട്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ്, എല്ലാവരും ട്രൈ ചെയ്യണം. നമുക്ക് ചെയ്ത് നോക്കാം. ഓട്സ് പുട്ട് ഉണ്ടാക്കുന്നതിന് ഒരു ഫ്രൈ പാൻ ഞാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഓട്സ് നമുക്കൊന്ന് ചൂടാക്കി എടുക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ നിറയെ ഓട്സ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ചൂടാക്കി എടുക്കണം, ഒന്ന് വറുത്തെടുക്കണം. അല്ലെങ്കിൽ പുട്ട് നമ്മൾ ഉണ്ടാക്കുമ്പോൾ പുട്ട് ആകെ കുഴഞ്ഞു പോവും. അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ പുട്ട് നല്ല പുട്ടായിട്ട് നമുക്ക് കിട്ടും. ഇപ്പം നമ്മുടെ ഓട്സ് ഏകദേശം ശരിയായിട്ടുണ്ട്, പാകത്തിന് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഓട്സ് നല്ല ഫൈബർ കണ്ടൻറ്റ് ഉള്ളതാണ്. അപ്പോൾ ഇത് ഇടയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഡിന്നറൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. നല്ല ഹെൽത്തി ഫുഡാണ്. ഇവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ ഇത് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റാണ്, ഒരു ക്യാരറ്റ്, അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മളിപ്പോൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഓട്സ് ഉണ്ടല്ലോ, അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളിതിൽ വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഈ ക്യാരറ്റിൻ്റെ വെള്ളത്തിലാണ് ഈ ഓട്സിനെ നമ്മൾ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നത്. പുട്ടിലേക്ക് വേറെ വെള്ളം ചേർക്കേണ്ട ആവശ്യം വരില്ല. അപ്പോൾ നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിവിടെ പൾസ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, അത് നല്ല നനവ് കറക്റ്റായിട്ടുണ്ട്. ഇതിൽ ഞാനൊരല്പം ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്, ഞാൻ പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഉപ്പ് കൂടി ചേർത്ത് നമ്മൾക്ക് നല്ല ശരിക്കും പുട്ടുണ്ടാക്കുന്ന അതേ ഇതിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിൽ പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ഇനി നമുക്കിതുകൊണ്ട് പുട്ടുണ്ടാക്കാം. നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൂട്ടിലേക്ക് ഒരു ടീസ്പൂണോളം നാളികേരം കൂടി ചേർത്തൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് നൽകും. നമ്മൾ സാധാരണയായിട്ട് പുട്ടിന് എന്താ പറയുക, ഇടയിലാണ് നാളികേരം വെച്ച് കൊടുക്കാറുള്ളത്. ഞാൻ ഒരല്പം നാളികേരം ഇട്ട് ഇതൊന്ന് ഇളക്കി എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് പുട്ട് വേവിക്കാൻ വയ്ക്കാം. ഞാനിവിടെ ചിരട്ട പുട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം ഇതിലേക്ക് ഒരല്പം നാളികേരം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് പുട്ടിൻ്റെ മാവ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിന് മുകളിലേക്കായിട്ട് കുറച്ചുകൂടി നാളികേരം വെച്ച് കൊടുക്കാം. ഒരല്പം മാത്രം നാളികേരം ചേർക്കുന്നുള്ളൂ. ഇതാ, കുറച്ച് മാത്രം നാളികേരം കൂടി ഒന്ന് വെച്ചിട്ട് നമുക്കത് വേവിച്ചെടുക്കാം. ഞാനൊരു കുക്കറിന് മുകളിലേക്ക് വെച്ചിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത്. കുക്കറിൽ നിന്ന് ആവി നന്നായി വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്കിത് വെച്ച് കൊടുക്കാം. ശേഷം ഇതൊന്ന് മൂടി വയ്ക്കാം. ഇതിന് മുകളിലൂടെ ആവി വന്ന് ഒരു 2 മിനിറ്റ് ഏകദേശം വേവിച്ചെടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് എടുക്കാം. അപ്പോൾ നമ്മുടെ ഓട്സ് ക്യാരറ്റ് പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി പുട്ടാണ്. നല്ലൊരു പ്രത്യേകതരം നിറം ആണ് അതിനുള്ളത്. നമുക്ക് പഴം ചേർത്തോ കടല ചേർത്തോ എന്ത് വേണമെങ്കിലും ചേർത്തത് കഴിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.